നമസ്തേ. നമ്മുടെ മനസ്സ് എപ്പോഴും തിരക്കുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വളർച്ച അവിടെ മുരടിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ സ്റ്റാഗ്നൻ്റ് ആവുകയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ബിസി എന്ന് പറയുമ്പം ഒരു തരത്തിലുള്ള ഹസിൽ, അല്ലെങ്കിൽ ഒരു തരത്തിൽ എപ്പോഴും മനസ്സ് റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്നതായിട്ടുള്ളൊരവസ്ഥ, അവിടെ അസ്ഥിരതയാണ് നമുക്ക് പ്രധാനമായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സ് പല മേഖലകളിലേക്കും ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പല അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഒരു സ്ഥിരതയില്ല, ഒരു ഫോക്കസ് ഇല്ല, ഒരു പർപ്പസ് ഇല്ല, ഒരു ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള റിയലൈസേഷൻ ഇല്ല. ബട്ട് എപ്പോഴാണ് ഈ മനസ്സ് കാമാവുന്ന സമയത്ത് നമുക്ക് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും തിങ്കിങ് വിത്തൗട്ട് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഇല്യൂഷൻ ആണ് എന്നുള്ളതാണ്. മനസ്സിൽ ഒരുപാട് വ്യാപാരങ്ങൾ നടന്നതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ ആക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ആ മനസ്സിൽ നടക്കുന്ന തോട്ടുകളെ എത്രമാത്രം മൂവ്മെന്റ് അല്ലെങ്കിൽ ആക്ഷൻ അല്ലെങ്കിൽ മോഷനിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് ബിസി ആകുന്ന സമയത്ത് നമ്മുടെ ലൈഫ് സ്റ്റാഗ്നന്റ് ആയിട്ട് മാറുകയാണ്. അപ്പൊ നമ്മുടെ ചിന്തയ്ക്ക് പവർ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്ത പ്രവൃത്തിയിലേക്ക് മാറണം എന്നുള്ളതാണ്. തോട്ട് മസ്റ്റ് എൻ്റർ മോഷൻ ടു ഗെയിൻ പവർ എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ചിന്തകൾക്ക് ശക്തി ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് വളർച്ച ഉണ്ടാകുന്നത്, നമ്മളിലേക്ക് പണം വരുന്നത്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ആയാലും പോസിറ്റീവ് തിങ്കിങ് ആയാലും മിയർ ചിന്ത കൊണ്ട് മിയർ അഫർമേഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ആക്ഷനിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന 100% ആൾക്കാരും മില്യനേഴ്സ് ആയി മാറേണ്ടതായിരുന്നു. കാരണം പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ആകർഷണ നിയമം എന്നുള്ളത് പലർക്കും മനസ്സിലാകുന്നില്ല. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് പഠിക്കുമ്പോൾ മുറിവൈദ്യൻ ആളെ കൊല്ലുന്നു എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഭൂരിഭാഗം പ്രാക്ടീഷണേഴ്സിനും പരാജയം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സ് ശ്രദ്ധിക്കുന്നത് നമ്മളെന്ത് ചെയ്തു എന്നുള്ളതിനെയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളെയും നമ്മളുടെ മനസ്സ് തന്നെയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ മനസ്സ് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ വിശ്വാസങ്ങൾക്കനുസൃതമായിട്ട് നമുക്ക് പ്രവർത്തികൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ബിലീവ്സിന് അനുസൃതമായിട്ട് നമ്മുടെ പ്രവർത്തികൾ അലൈൻഡ് ആയിട്ട് വരുമ്പോഴാണ് മനസ്സ് അതിനെ അബോധ തലങ്ങളിലേക്ക് സ്വീകരിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവൃത്തിയില്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ള മനസ്സിന്റെ ഒരു അപ്രൂവൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നോ ആക്ഷൻ ഈസ് ഈക്വൽ ടു നോ ഇന്നർ കൺവിക്ഷൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മനസ്സ് പ്രവൃത്തിയെ അപ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പ്രവൃത്തി നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മുടെ മനസ്സിന് ബോധ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ മനസ്സ് കൂടുതൽ നമുക്ക് കർമ്മത്തിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരികയാണ്. പ്രപഞ്ചം എപ്പോഴും പ്രതികരിക്കുന്നത് കമ്മിറ്റ്മെന്റിനോടാണ്. റെസ്പോൺസിബിലിറ്റിയോട് കൂടി കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രപഞ്ചം തീർച്ചയായിട്ടും ആ ഒരു ആത്മാർത്ഥതയെയാണ് നോക്കുന്നത്. അല്ലാതെ വിഷ്വൽ ആയിട്ടുള്ള ഒരു പ്രതീക്ഷയുമായിട്ടോ അല്ലെങ്കിൽ ഒപ്റ്റിമിസോ ആയിട്ടോ ഇരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് പ്രവൃത്തി എന്നുള്ളത്, അതിനനുസരിച്ചിട്ടാണ്, കർമ്മത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് ഫലം ഉണ്ടാകുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള സിഗ്നൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ ആക്ഷൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം റെഡി, ഞാൻ റെഡിയാണ് എന്ന് നമ്മുടെ ആക്ഷൻ നമ്മളോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആക്ഷൻ ഇല്ലാതെയുള്ള പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വയം പറ്റിക്കൽ തന്നെയാണ്. നമ്മളെ തന്നെ പറ്റിക്കുന്ന, കബളിപ്പിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. നമ്മളെ കംഫർട്ട് ചെയ്യുന്നതായിട്ടുള്ള നുണകൾ നമ്മുടെ വളർച്ചയെ തടയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ വളർച്ച ആരംഭിക്കുന്നത് നമ്മുടെ ഡിസ്കംഫർട്ടിൽ നിന്നുമാണ്. എപ്പോഴാണോ നമ്മുടെ ആക്ഷൻ നമ്മുടെ എനർജിയുമായിട്ട് അലൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ എനർജി ആക്ഷനായിട്ട് മാറുന്നത്, കർമ്മമായിട്ട് മാറുന്നത് അപ്പോഴാണ് അതിന്റെ റിസൾട്ട് പിന്നാലെ വരുന്നത്. അപ്പോഴാണ് അവസരങ്ങൾ വരുന്നത്. മൂവ്മെന്റ് ചേഞ്ചസ് ഫ്രീക്വൻസി. ചലനം അല്ലെങ്കിൽ ആക്ഷൻ അല്ലെങ്കിൽ കർമ്മമാണ് നമ്മുടെ ഫ്രീക്വൻസിയെ അല്ലെങ്കിൽ നമ്മുടെ തരംഗ ദൈർഘ്യത്തിനെ മാറ്റിമറിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റിൽനെസ് വിത്തൗട്ട് ക്ലാരിറ്റി ഈസ് സ്റ്റാഗ്നേഷൻ എന്ന് നമ്മൾ പറയുകയാണ്. ക്ലാരിറ്റി ഈസ് എവറിത്തിങ്. ക്ലാരിറ്റി, പർപ്പസ്, നമ്മുടെ സ്കില്ലും എനർജിയും അതിലേക്ക് അലൈൻ ചെയ്യുന്ന സമയത്ത് വെറും പോസിറ്റീവ് തിങ്കിങ്ങിനോ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അഫർമേഷൻസിനോ അപ്പുറത്തേക്ക് നമ്മൾ കർമ്മത്തിൽ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് കൃത്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടും നമുക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.